പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ദേവബാലയെ ഞെട്ടിച്ചുകൊണ്ട് ചന്ദ്രബാബു തിരികെ എത്തുന്നത്. ഇതോടെ ഞെട്ടിപ്പോകുന്ന ദേവബാല അവിടെ നിന്ന് ഓടി തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തു പറ്റി ദേവ, നീ എന്താ കിതയ്ക്കുന്നുണ്ടല്ലോ? ആ ചന്ദ്രബാബു അവൻ വീണ്ടും വന്നിട്ടുണ്ട്. എന്ത് ചന്ദ്രബാബുവോ? എന്തിനാ? ഞാനൊന്ന് നോക്കട്ടെ, നീ മാറി നിൽക്ക്. ആ, ഞാൻ വീണ്ടും വന്ന് കേട്ടോ. അല്ല, നീ എന്തിനാ വന്നേ? അല്ല, എൻ്റെ സുഹൃത്താണല്ലോ ഇവിടെ കിടക്കുന്നത്. അവൻ്റെ വിവരങ്ങൾ അന്വേഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. പിന്നെ ഒരു SI എന്ന നിലയ്ക്ക് ഞാനാണല്ലോ അവനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ അവനെന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ ചുമതലയിലല്ലേ വരിക. അപ്പോൾ ന്യായമായും അതേപ്പറ്റി എനിക്ക് അന്വേഷിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ അബിയെ ഒന്ന് കാണണം. അതിനാണ് ഞാൻ വന്നത്. ഏതാ അബിയുടെ റൂം? അവനെ കാണാൻ പറ്റില്ല. അത് ദേവബാലയല്ലല്ലോ പറയണ്ടേ. ഞാൻ ഒഫീഷ്യലായി വരണോ ഇനി അബിയെ കാണാൻ? അങ്ങനെ വന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിപ്പോൾ ഞാനൊന്ന് കണ്ട് വേഗം പോയിക്കൊള്ളാം. വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്താ മനസ്സിലായോ? ഇതോടെ ദേവബാല ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്നാൽ ദേവരാജൻ ഇതേ സമയം മുന്നിലേക്ക് വരുന്നു. സാറ് ധൈര്യമായി പോയി കണ്ടോളൂ, അവൻ ആ റൂമിലുണ്ട്. ഇതോടെ എന്നാ ശരി എന്ന് പറഞ്ഞ് ചന്ദ്രബാബു ചെന്ന് കണ്ടിരിക്കുകയാണ് അബിയെ. ഇതോടെ അബി, എടാ, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എനിക്ക് ഇവിടെ കിടന്നും മടുത്തു. അതുകൊണ്ടാ ഞാൻ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ടടാ. നീ ആദ്യമൊന്ന് ആരോഗ്യം വീണ്ടെടുക്ക്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം ചെയ്യാം. എന്തു പറയുന്നു? എന്നാ പിന്നെ അങ്ങനെയാകട്ടെ. ഞാൻ ഇവിടെ എന്തു ചെയ്യണം എന്നറിയാതെയാണ് നിൽക്കുന്നത്. ഒരു പിടിയുമില്ല. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ, നീ പേടിക്കല്ലേ, എല്ലാം ശരിയാകും. എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കരുത്. പിന്നെ ദേവബാലയുടെ കാര്യമല്ലേ, ആ കാര്യം ഞാൻ മാനേജ് ചെയ്തുകൊള്ളാം. നീ പേടിക്കണ്ട എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിൽ വെച്ച് അപ്രതീക്ഷിതമായ തിരിച്ചടി ഇഷയ്ക്കും കൂട്ടർക്കും ലഭിച്ചിരിക്കുകയാണ്. ഇഷയുടെ അച്ഛൻ്റെ നില അതീവ ഗുരുതരമാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇഷ കുറച്ചു നേരം വെയിറ്റ് ചെയ്തേ മതിയാകൂ. ഡോക്ടർ ഒബ്സർവേഷൻ കഴിഞ്ഞ് ഇവിടേക്ക് വരും. അപ്പോൾ കാര്യങ്ങളെല്ലാം ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങളൊന്ന് റെഡിയായിരുന്നോ? അല്ല, അച്ഛൻ എന്തെങ്കിലും? അത് ഡോക്ടർ പറയും. ഇതോടെ ഇഷയാകെ പകച്ചു പോയിരിക്കുകയാണ്. ഇതേ സമയം അവിടേക്ക് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ജയരാമൻ അപ്രതീക്ഷിതമായ ആ കാഴ്ച കാണുന്നത്. വിജനമായ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് ഗായത്രി. അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന ജയരാമൻ ഗായത്രിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്താ ഗായത്രി, എന്തു പറ്റി നിനക്ക്? ഇതോടെ ആകെ അവശതയിൽ നിൽക്കുന്ന ഗായത്രി എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. പക്ഷേ ഗായത്രിയെ സമാധാനിപ്പിക്കുന്ന അയാൾ കാര്യങ്ങളെല്ലാം ശരിയാക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുകയാണ്. ഇതേ തുടർന്നാണ് ഗായത്രി ദേവി മടങ്ങിയെത്തി എന്നുള്ള വിവരം അബിയും അതുപോലെ തന്നെ ഇഷയും അറിയുന്നത്. ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് ദേവബാലയെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.